Welcome, my dear students. Welcome to our online class. Today, we are moving to discuss about how to calculate national income. How to calculate national income. Which are the different method for calculating national income? In our last class, we already discussed product method, income method and expenditure method. These are the three important methods for calculating national income. Students, we know production, income and expenditure. These all are interrelated. So, there are three methods for estimating national income. The first method is the product method. Under the product method, the national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. It is useful for calculating the contribution of each of these sectors towards the national income. It is also used to analyze which sector contribute the most to national income. സ്റ്റുഡൻസ്, നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലെ ഒന്നാമത്തെ മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസിൻ്റെയും മണി വാല്യൂ അഥവാ ആകെ പണത്തിൻ്റെ മൂല്യം മണി വാല്യൂ കണ്ടെത്തിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന മെത്തേഡിനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Under the product method, the national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. Under the product method, national income calculate ചെയ്യുന്നത് by adding the money value. എന്ത് ആഡ് ചെയ്തിട്ടാണ്? മണി വാല്യൂ ആഡ് ചെയ്തിട്ടാണ്. സ്റ്റുഡൻസ്, എന്തിൻ്റെ എല്ലാം മണി വാല്യൂ ആണ്, പണമൂല്യമാണ് ആഡ് ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിലും ടെറിഷറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ആകെ മണി വാല്യൂ കണ്ടെത്തിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ വിവിധ മേഖലകളുടെ പാർട്ടിസിപ്പേഷൻ, അതിൻ്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഏത് സെക്ടറിൽ നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്താനും വിലയിരുത്താനുമെല്ലാം നമ്മൾ ഈ പ്രൊഡക്റ്റ് മെത്തേഡ് സഹായിക്കുന്നതാണ്. സ്റ്റുഡൻസ്, ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ പ്രൊഡക്റ്റ് മെത്തേഡ്? So students, next we move to explain income method. Okay, we are going to explain the second method of calculating national income, that is income method. In income method, national income is calculated based on rent, wages, interest and profit, which are the reward for factors of production. Students, നിങ്ങൾക്കറിയാലോ പ്രൊഡക്ഷന് ലഭിക്കുന്ന ഒരു റിവാർഡാണ് ഇൻകം എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസീവ് ചെയ്യുന്ന ഒരു റിവാർഡാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻ ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്ന റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇൻകം മെത്തേഡ്? ഇൻ ഇൻകം മെത്തേഡ്, നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ദീസ് ആർ ദ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. So students, all of you understood what is income method? Yes. അപ്പോൾ ഇൻകം മെത്തേഡിൽ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള വേജെന്നും റെൻറ്റെന്നും എല്ലാം നമുക്ക് ഓരോന്നിനുള്ള കോൺട്രിബ്യൂഷനെ വേർതിരിച്ചറിയാൻ, ഇതൊക്കെ നാഷണൽ ഇൻകത്തിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ നമ്മളെ ഏത് സഹായിക്കുന്നുണ്ട്? ഇൻകം മെത്തേഡ് സഹായിക്കുന്നുണ്ട്. So students, all of you understood what is income method? Then the third method is the expenditure method.
What is expenditure method? Yes, expenditure method is used to estimate the national income by calculating the expenditure incurred by individual, firms and government in a particular year. സോ സ്റ്റുഡൻസ്, എന്താണ് അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്? യെസ്, ഒരു ഇയറിൽ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഗവൺമെൻറ്റും വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മുടെ സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക, അതുവഴി നാഷണൽ ഇൻകം കണക്കാക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ ഇൻഡിവിജ്വലും ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ്റും എല്ലാം ചെലവഴിക്കുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തുക ചെലവഴിക്കാനുള്ള ക്യാഷ് നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ അത് നമ്മുടെ വരുമാനമായിട്ട് നാഷണൽ ഇൻകമായിട്ട് കണക്കാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, what is expenditure method? The expenditure method is used to estimate the national income by calculating the expenditure incurred by individual, firms and government in a particular year. I think all of you understood today's class. So let's wind up our class. Thank you. See you in the next class.